കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച്. ആ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ 6 ഗ്രൂപ്പ്സിനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു. ഹാൻഡ്ലൂം, കയർ, കാഷ്യൂ, ബീഡി, ഹാൻഡിക്രാഫ്റ്റ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി. ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ്, കയർ കോപ്പറേറ്റീവ്സ്, ദെൻ കാഷ്യൂ കോപ്പറേറ്റീവ്സ്, ബീഡി കോപ്പറേറ്റീവ്സ്, ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് ഹാൻഡ്ലൂം സെക്ടറിനെ എടുക്കാം. കേരളത്തിലെ ഹാൻഡ്ലൂം സെക്ടറിൽ അതിൽ പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ബേസ് ആയിട്ടുള്ളത്. പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി എന്നാണ് ബേസ്, വിച്ച് ആർ ഫെഡറേറ്റഡ് ദംസെൽവ്സ് അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. അവർ ഫോം ചെയ്തിട്ടുള്ള കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹാൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് സ്റ്റേറ്റ് ലെവലിലുള്ള കോപ്പറേറ്റീവ് അഫയേഴ്സ് ബോഡി. അങ്ങനെ പ്രൈമറി സൊസൈറ്റീസ് 676 പ്രൈമറി സൊസൈറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ കേരളത്തിലെ ഹാൻഡ്ലൂം സെക്ടർ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റേറ്റ് ലെവലിലുള്ള കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണുള്ളത്, ഹാൻഡെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 676 ആണ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളുള്ളത്, കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന അഫിലിയേറ്റ് ഹാൻഡെക്സിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡെക്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് പറയാം. ഹാൻഡെക്സ് മേക്ക് അറേഞ്ച്മെന്റ് ഫോർ പർച്ചേസ് ആൻഡ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽസ്. ഹാൻഡെക്സ് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. റോ മെറ്റീരിയൽസ്, കെമിക്കൽസും സപ്ലൈ ചെയ്തും പർച്ചേസ് ചെയ്തും സപ്ലൈ ചെയ്തും കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ. ഹാൻഡെക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുണിയുടെ തുണിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള തുണി നെയ്തെടുക്കുന്നതിന് വേണ്ടി വരുന്ന കെമിക്കൽസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? സപ്ലൈ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? ഹാൻഡെക്സ് ആണ്. ഹാൻഡെക്സ് കളക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള സൊസൈറ്റികൾക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിനുശേഷം ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റിൽ എത്തിക്കാൻ, മാർക്കറ്റ് ചെയ്യാൻ, അതിന്റെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നത് ഹാൻഡെക്സ് തന്നെയാണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ബ്രാൻഡ് ആക്കിക്കൊണ്ട് മാർക്കറ്റിൽ എത്തിച്ച് മാർക്കറ്റിൽ നിന്ന് അത് വിൽപ്പന നടത്തുന്നത് ഹാൻഡെക്സ് തന്നെയാണ്. മാത്രമല്ല ഹാൻഡ്ലൂം ഫാബ്രിക്സിനെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഗുഡ്സ് എക്സ്പോർട്ടിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതിന് വേണ്ട എക്സ്പോർട്ടിന് വേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെയും ഹാൻഡെക്സ് ആണ്. അതൊരു ചെറിയ പ്രാഥമിക പ്രൈമറി ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നം അത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാൻഡെക്സ് എന്ത് ചെയ്യുന്നു? അതിനുള്ള അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ്, എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസേഴ്സ് ഒക്കെ നൽകുക എന്നുള്ളതാണ് ഹാൻഡെക്സിന്റെ മറ്റൊരു. ടെക്നിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടതോ ഇതിന്റെ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസസ് ഒക്കെ നൽകുക എന്നുള്ളതാണ്. പിന്നെ പ്രൊവൈഡ് കോമൺ സർവീസ് സച്ച് ആസ് ഡൈയിങ്, പ്രിന്റിങ്, പാറ്റേൺ വീവിങ്, ബ്ലീച്ചിങ്, കളറിങ് ഇതുപോലുള്ള സേവനങ്ങൾ ചെയ്യുന്നതും ഹാൻഡെക്സ് ആണ്. അപ്പൊ ഹാൻഡെക്സ് ചെയ്യുന്നത് ഒരു ഉൽപ്പന്നം പർച്ചേസ്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്, കെമിക്കൽസ് പർച്ചേസ് ചെയ്ത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനെ ഉൽപ്പന്നങ്ങളാക്കി പ്രൊഡക്ട്സ് ആക്കി മാറ്റി ആ പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യുക? മാർക്കറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നവർക്ക് സാധിക്കുന്നു. മാർക്കറ്റിംഗ് മാത്രമല്ല എക്സ്പോർട്ടിന് കൂടി എന്ത് ചെയ്യുന്നു? ഹാൻഡ്ലൂം ഫാബ്രിക്സ് ആക്കി എക്സ്പോർട്ട് ചെയ്യുന്നത് ഹാൻഡെക്സിലൂടെയാണ്. It will provide technical assistance to member societies in producing goods, improved ആയിട്ടുള്ള ഡിസൈൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് നൽകുന്നു എന്നുള്ളതാണ്. ആൻഡ് ടു പ്രൊവൈഡ് കോമൺ സർവീസ് സച്ച് ഡൈയിങ്, പ്രിന്റിങ്, പാറ്റേൺ വീവിങ്, ബ്ലീച്ചിങ്, കളറിങ് ഇവ പൊതുവായിട്ടുള്ള കോമൺ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇത്തരത്തിൽ പ്രിന്റിങ്, ഡൈയിങ്, പ്രിന്റിങ്, പാറ്റേൺ വീവിങ്, ബ്ലീച്ചിങ്, കളറിങ് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഓരോ പ്രോസസ്സിലുള്ള ഓരോ ഘട്ടങ്ങളെ ചെയ്യുന്ന കോമൺ സർവീസസ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. Then 440 പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണ് എഫെക്സ് സൊസൈറ്റിക്ക് ഉള്ളത്. 150 സെയിൽസ് ഔട്ട്ലെറ്റ്സ് ആണ് ഇവർക്കുള്ളത്. ഈ മോസ്റ്റ് ഓഫ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ടു പ്രൊഡ്യൂസ് ഹാൻഡിക്രാഫ്റ്റഡ് ഫാബ്രിക്സ്, ഗാർമെന്റ്സ്, ഫർണിഷിങ്സ്, മെയ്ഡപ്സ്, സാരീസ്, ട്രഡീഷണൽ വിയർ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള പ്രൊഡക്ഷൻ സെന്റേഴ്സും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഔട്ട്ലെറ്റ്സും ആണ് നിലവിലുള്ളത്. മാത്രമല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവയുടേതെന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ റീജിയണൽ ഓഫീസസ് ഓഫ് ആൻഡെക്സ് ഉള്ളത് കൊല്ലം, എറണാകുളം, പാലക്കാട് ആൻഡ് കോഴിക്കോട്, ഈ 4 പ്രദേശങ്ങളിലാണ്. ഔട്ട്ലെറ്റ്സ് കൊല്ലം റീജിയനിലൊക്കെ ഒരു 40 ഔട്ട്ലെറ്റ്സും, എറണാകുളം റീജിയനിൽ 39, പാലക്കാട് റീജിയൻ 36 ഔട്ട്ലെറ്റ്, കോഴിക്കോട് റീജിയനിൽ 40 ഔട്ട്ലെറ്റ്സ്. ഇതാണ് ഔട്ട്ലെറ്റ്സിൻ്റെ നമ്പേഴ്സ്. പ്രൊഡക്ഷൻ സെന്റേഴ്സ് അറ്റ് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, 3 പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം. ദെൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷർട്ട്, സാരി, ധോത്തി, സെറ്റ് മുണ്ട്, ബെഡ് ലിനൻ, ഡ്രസ് മെറ്റീരിയൽസ്, ടേബിൾ ലിനൻ, വാൾ ഹാങ്ങിങ്സ് ആൻഡ് ഇറ്റ് എക്സ്പോർട്സ് ഫാബ്രിക്സ് ആൻഡ് മേഡപ്സ്, ബെഡ് സ്പ്രെഡ്സ്, കുഷൻ കവേഴ്സ്, ബ്ലീച്ച് സെറ്റ്, കിമോണോ, ഡ്രസ്സിംഗ് ഗൗൺ, ടേബിൾ മാറ്റ്സ്, ടേബിൾ കവേഴ്സ്, നാപ്കിൻസ്, കർട്ടൻസ് ആൻഡ് ഫർണിഷിങ്സ്. ഇത്രയാണ് ഹാൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഹാൻഡെക്സ് എന്നത് പ്രൈമറി ലെവൽ പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഉള്ള ഒരു സിസ്റ്റമാണ്. 676 പ്രൈമറി സൊസൈറ്റീസ് ഉണ്ട്. കൂടാതെ 150 സെയിൽ ഔട്ട്ലെറ്റ്സും 440 പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളും പ്രൊഡ്യൂസേഴ്സ് സെന്റേഴ്സും ഉണ്ട്. Handex make arrangement for എന്തൊക്കെ purchase, supply of raw material and chemicals, marketing finished goods, export of handloom fabrics, then technical assistance, provide common service such as printing, dyeing, printing, pattern weaving, bleaching, coloring. പറഞ്ഞു 40 പ്രൊഡക്ഷൻ സെന്റേഴ്സ്, 150 സെയിൽ ഔട്ട്ലെറ്റ്സ്, റീജിയണൽ ഓഫീസസ് ഉണ്ട് കൊല്ലം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്. പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ആണ്. പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പറഞ്ഞു ഷർട്ട്, സാരി, ധോത്തി എന്നുള്ള തുടങ്ങിയതാണ്. ഇത്രയാണ് ഹാൻഡെക്സിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ഉള്ളത് കയർ കോപ്പറേറ്റീവ്സ് ആണ്. കയർ കോപ്പറേറ്റീവ്സിന്റെ പ്രത്യേകത 2 ടയർ ഫെയർ സിസ്റ്റം ആണ്. അറ്റ് ബേസ് ലെവലിൽ 682 പ്രൈമറി കയർ കോപ്പറേറ്റീവ്സും സ്റ്റേറ്റ് ലെവലിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് ഉള്ളത്. Kerala State Kayar Marketing Federation, Apex Federation of Cooperative Societies engaged in manufacture of kayar and kayar products, entrusted with the task of marketing produce of cooperative societies. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ്, ഹോൾ ടൈം ഒക്കുപ്പേഷൻ, എസ്പെഷ്യലി വുമണിന് ഫുൾ ടൈം ജോബ് ഉറപ്പുവരുത്തുന്ന മേഖലയാണ് കയർ. Kayar-fed its member society provide higher employment, better wages, better living condition to kayar workers by eliminating middleman. eliminate ചെയ്തുകൊണ്ട് ബെറ്റർ ലിവിങ് കണ്ടീഷൻ, ബെറ്റർ വേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ
628 കയർ പ്രൈമറി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് കയർഫെഡിൽ. കയർഫെഡ് 47 ഷോറൂംസ്, മോർ ദാൻ 100 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഉണ്ട്. അതിന് 4 റീജിയണൽ ഓഫീസസ് അതിനുണ്ട്. കയർഫെഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റിലൂടെ മാർക്കറ്റ് ചെയ്യുന്നു. പ്രൊഡ്യൂസ് റീറ്റെയിൽ സെന്ററിലൂടെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ചെയ്യുന്നു. ഫോർ ഷോറൂമിലൂടെയും റീറ്റെയിൽ സെന്റർ ഔട്ട്ലെറ്റിലൂടെയും മാർക്കറ്റ് ചെയ്യുന്നു. ദെൻ പ്രൊക്യൂർമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഫ്രം മെമ്പർ സൊസൈറ്റീസിന്റെ പ്രൊഡക്റ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് റീജിയണൽ ഓഫീസ് ഉണ്ട്. ഒരു സെൻട്രൽ സ്റ്റോറും കൂടിയുണ്ട്. സെൻട്രൽ സ്റ്റോറും കൂടി ഇവർക്ക് ഉണ്ട്. കയർഫെഡിന്റെ എഫേർട്ടിൽ ഏകദേശം 4 ലക്ഷത്തോളം കയർ വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നാണ്. അതിൽ തന്നെ ഭൂരിപക്ഷം സ്ത്രീകളാണെന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് ആർ വുമൺ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറൌണ്ട് 20 lakh people ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടഡ് ബൈ ദിസ് ഇൻഡസ്ട്രി. 20 lakh പീപ്പിളിന് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സപ്പോർട്ട് ആകുന്നുണ്ട്. ഇതിന് ഫെഡറേഷൻ 2 മേജർ ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ ഡിവിഷൻ ആൻഡ് മറ്റൊന്ന് യാർൺ ഡിവിഷൻ ആണ്. Product division deals with the procurement and marketing of car product produced by manufacturing societies. It care about factories producing value-added car products. The separate product marketing wing also been set up. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പിന്നെ ഇതിനുണ്ട്. കാർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിന് തന്നെ ഒരു 1 സ്റ്റോറും 8 ഫാക്ടറീസും 37 ഷോറൂംസും ആണുള്ളത്. കയർ യാൺ ആണ് പിന്നെ യാൺ ഡിവിഷൻ ഉള്ളത്. Yarn division established for handling the procurement and marketing of kayar yarn produced by the member societies. കയർ യാൺ പ്രൊഡ്യൂസ് ചെയ്തത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ കയർ ഡിവിഷൻ ഉള്ളത്. വേറെ കയർ യാൺ ഡിവിഷൻ ഉള്ളത്. അവിടെ 4 റീജിയണൽ ഓഫീസാണ് ഉള്ളതിന്. കൊല്ലം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്. 10 ഷോറൂംസും അണ്ടർ ദിസ് ഡിവിഷന്റെ കീഴിലുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇവയുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്, കയറിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് കയർ ഫൈബർ, കയർ പിത്ത് ഫംഗസ്, കയർ പിത്ത് സോയിൽ കണ്ടീഷണർ, കയർ യാണൻ 80 വെറൈറ്റീസ് ഉണ്ട്. കയർ ജിയോ ടെക്സ്റ്റൈൽസ് ഉണ്ട്. മാറ്റ് ഉണ്ട്, മാറ്റിങ്സ് ഉണ്ട്, റഗ്സ് ഉണ്ട്, കയർ ടൈൽസ് ഉണ്ട്, റബ്ബറൈസ്ഡ് കയർ പ്രൊഡക്ട്സ്, മാറ്റേഴ്സ്, പില്ലോസ്, PVC ടഫ്റ്റഡ് മാറ്റ്സ് തുടങ്ങി ഗാർഡൻ മെറ്റീരിയൽസ്, പോട്ട്സ്, ക്ലൈംബേഴ്സ് ഒക്കെ ഉണ്ട്. കയർഫെഡ് അത് വിവിധ ബ്രാൻഡ് നെയിമുകളിലാണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് ചെയ്യുന്നത്. BD വർക്കേഴ്സിന്റെ സൊസൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ് സൊസൈറ്റി നിലകൊള്ളുന്നത്. ഇത് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് അറ്റ് 1969 എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരിലായിരുന്നു. കണ്ണൂരിലാണെങ്കിൽ അതിന്റെ വർക്കേഴ്സ് ഒക്കെ ചെറിയ ലോക്കൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പോലും വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ പ്രൈമറി യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അവയ്ക്കൊക്കെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു കേരള ദിനേശ് BD വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചുമതല. കേരള ദിനേശ് BD എന്ന ബ്രാൻഡിൽ ഈ പ്രൈമറി സൊസൈറ്റീസ് ഉണ്ടാക്കുന്ന ബീഡികൾ വിൽപ്പന നടത്തുകയാണ് ചെയ്തിരുന്നത്. അവർ കേരള ദിനേശ് BD എന്നുള്ള ബ്രാൻഡ് നെയിമിൽ, കോമൺ ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് പ്രൈമറി സൊസൈറ്റീസ് മാനുഫാക്ചർ ചെയ്യുന്ന BD ഇവർ തന്നെ കളക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ സെൻട്രൽ സൊസൈറ്റി ഏകദേശം അക്കോമഡേറ്റ് ചെയ്യുന്ന 30,000 വർക്കേഴ്സിന് എന്ത് ചെയ്തിരുന്നു? അവരെ റെക്കമെൻഡ് ചെയ്തു. കേരള ദിനേശ് BDന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പ്രൈമറി സൊസൈറ്റികൾ നിന്നും പ്രൈമറി സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊടുക്കുക, BD തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? നൽകുക. അതുവഴി അവരെന്ത് ചെയ്യുന്നു? പ്രൈമറി സൊസൈറ്റികളിലുള്ള
വർക്കേഴ്സ് അത് കംപ്ലീറ്റ് ചെയ്ത് അവർ തെറുത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബീഡി അത് കേരള ദിനേശ് ബീഡി എന്ന ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റിലെത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 30,000-ഓളം ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് കേരള ദിനേശ് ബീഡി സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത്. അവരുടെ പ്രൈമറി യൂണിറ്റുകൾ കണ്ണൂരിൻ്റെയും മറ്റു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇന്ന് പക്ഷേ അവർ വെറും ദിനേശ് ബീഡിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവരിന്ന് പല ഉൽപ്പന്നങ്ങളിലേക്ക് വൈവിധ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഇന്ന് അവർ ദിനേശ് പിക്കിൾസ്, ദിനേശ് ഫുഡ്സ്, ഫ്രൂട്ട് ജ്യൂസ്, കറി പൗഡർ, ദിനേശ് അംബ്രല തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് അവർ ദിനേശ് ബ്രാൻഡിൽ മാർക്കറ്റിൽ ഇറക്കുകയും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല വേജും ഹോളിഡേ, വീക്കിലി ഹോളിഡേ പോലുള്ള വഴിയും മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ തുടങ്ങി എംപ്ലോയീസിന് വർക്കേഴ്സിന് വേണ്ട എല്ലാ ബെനിഫിറ്റോടും കൂടിയിട്ടുള്ള സൊസൈറ്റിയാണ് കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. All benefits such as weekly holiday with wages, maternity benefit, provident fund, gratuity, pension ഇതൊക്കെ വർക്കേഴ്സിന് കൊടുക്കുന്ന, വർക്കേഴ്സിന്റെ താല്പര്യത്തിന് വേണ്ടി, വർക്കേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയാണ് കേരള ദിനേശ് ബീഡി. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് മാക്സിമം ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റ് ലഭിക്കുന്ന രൂപത്തിലാണ് അതിന്റെ ഘടന. ദിനേശ് ബീഡിനെ നോക്കുമ്പോൾ ദിനേശ് ബീഡി ആദ്യ ഘട്ടത്തിൽ ബീഡി മാത്രമായിരുന്നപ്പോൾ ബീഡിയിൽ പിന്നെ ആന്റി സ്മോക്കിംഗ് ക്യാമ്പയിനൊക്കെ കൊണ്ട് ബീഡി വലിയ കുറഞ്ഞെങ്കിൽ പോലും അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് വിവിധങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇറക്കി എന്നുള്ളതാണ്. ആ മാർക്കറ്റിൽ ഇറക്കി അവർ നിലവിലുള്ള തൊഴിലാളികൾക്ക് തന്നെ അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു അപെക്സ് അതോറിറ്റി, അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ ഒന്നാണ് കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ബീഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബീഡി ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിലാണ് അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് എന്തായി, ബീഡി എന്ന് മാത്രമല്ല മറ്റു പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു സൊസൈറ്റിയായി മാറി എന്നുള്ളതാണ്. അവരുടെ പ്രൈമറി സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നൽകുകയായിരുന്നു അവരുടെ പണി. നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി ആദ്യം മുതലൊന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ മൂന്ന് തരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഹാൻഡ്ലൂം സെക്ടറിൽ ഉള്ളത് കയർ കോപ്പറേറ്റീവ്സ്, പിന്നെ ബീഡി വർക്കേഴ്സിന്റെ കോപ്പറേറ്റീവ്സ്. അതിൽ ഹാൻഡ്ലൂം സെക്ടറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ബേസ് ലെവൽ പ്രൈമറി ഹാൻഡ്ലൂം സൊസൈറ്റി ഉള്ളത്, സ്റ്റേറ്റ് ലെവലിൽ ഹാൻഡെക്സ് ഉണ്ട്. തന്നെ അത് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതിലും മാർക്കറ്റിംഗ് ചെയ്യുന്നതിലും എക്സ്പോർട്ട് ചെയ്യുന്നതിലും ടെക്നിക്കൽ അസിസ്റ്റൻസിനൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൊക്കെ. തന്നെ കയർ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. 2 ടയർ ഫെഡറൽ സിസ്റ്റം ഉള്ളത്. ബേസിക് ലെവലിൽ പ്രൈമറി കോപ്പറേറ്റീവും സ്റ്റേറ്റ് ലെവൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ള കയർ ഫെഡും. തന്നെ ബീഡി വർക്കേഴ്സിന്റെ ഫെഡറേഷനെ കുറിച്ച് പറഞ്ഞു. ബീഡി വർക്കേഴ്സിന്റെ ഫെഡറേഷൻ ആയിട്ടുള്ള കേരള ദിനേശ് ബീഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് 1969 പറഞ്ഞു. പിന്നെ അതും സപ്ലൈ റോ മെറ്റീരിയൽസ് പ്രൈമറി സൊസൈറ്റീസ്, അത് ഫൈനൽ പ്രൊഡക്റ്റുകൾ അവർ വാങ്ങിയിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദിനേശ് പിക്കിൾസ്, ദിനേശ് ഫുഡ്, ദിനേശ് ഫ്രൂട്ട് ജ്യൂസ്, കറി പൗഡർ, ദിനേശ് അംബ്രല തുടങ്ങിയ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ദിനേശ് എന്ന ബ്രാൻഡ് നെയിമിൽ അവർ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതാണ്
കേരളത്തിലുള്ള മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഹാൻഡിക്രാഫ്റ്റ്, കാപെക്സ് പോലുള്ള നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം.